ഹായ്, എല്ലാവർക്കും മാംസവേളിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ അരക്കിലോ ഇറച്ചിയുണ്ട്, കോഴി ഇറച്ചിയാണ്. അപ്പോൾ ഇത് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ട് ഇതിൽ മസാല ചേർക്കാം കേട്ടോ. ഇപ്പോൾ അരച്ചു കൊണ്ടുവന്ന മസാലയാണ് പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ കൊണ്ട് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കറി മസാല പൗഡർ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അര ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, പിഴിഞ്ഞു കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം കേട്ടോ. ടീസ്പൂൺ നല്ലപോലെ പിടിക്കട്ടെ കേട്ടോ, കുറച്ച് ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ 3 തക്കാളി ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നൈസായിട്ട് അരയ്ക്കാൻ പോവാണ്. പിന്നെ ഒരു സവാള നമുക്ക് ബിരിയാണിയിൽ വറുത്തിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ ബിരിയാണി വയ്ക്കുമ്പോൾ വറുത്തിടാം. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി അരച്ച് ചേർക്കാട്ടോ. അപ്പം നമ്മുടെ ഇറച്ചി അടപ്പത്ത് വയ്ക്കുകയാണ്. ഞാൻ സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മസാല അടിയെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്മിലിട്ട് വേവിച്ചാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ അപ്പം മൂടി വയ്ക്കട്ടെ. അപ്പം നമുക്ക് ഇറച്ചി ഒന്ന് ചെണ്ണയിൽ, ഓയിലാണ്, ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കാം കേട്ടോ. വെന്തിട്ടുണ്ട് കണ്ട. അപ്പോൾ അതിൽ ചാറുണ്ട്, ആ ചാറ് നമുക്ക് മസാലയിൽ ഒഴിക്കാം കേട്ടാ. കളയാൻ നമുക്ക് ഓരോ കഷ്ണമായിട്ട് ഇങ്ങനെ പൊക്കിയിടാം. ഇറച്ചി ഒന്ന് വറവായി വന്നാൽ ഇതേപോലെ കുറേശ്ശെ മുരിഞ്ഞ് വന്നാൽ മതി. അപ്പം നമ്മുടെ ഇറച്ചി പൊരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പൊരിഞ്ഞാൽ മതി കേട്ടോ, ഓവറായിട്ട് വേണ്ട, ഇത്ര മതി. ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട് ചോറ് ശരിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പട്ടായിട്ട് കൊടുക്കാം, നാളെ ഇലക്കിട്ട് കൊടുക്കണം. കുറച്ച് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലി, ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണേ. സ്വല്പം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം, പച്ചമുളക് പേസ്റ്റ്. അതൊന്ന് റെഡിയാക്കാം കേട്ടോ. നമുക്ക് സ്വല്പം ക്യാരറ്റ് ഇട്ട് കൊടുത്തത്, സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇത്രയൊന്നും ഇല്ല കേട്ടോ, അത് ബസുമതി റൈസ് ഊറ്റിയെടുക്കാനാണ്, അതിൽ നിന്ന് കോരിയെടുക്കാനാണല്ലോ. അപ്പോൾ ഒരു 2 പാത്രം മുങ്ങി വേവണ രീതിയിൽ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് വരാറായി. നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ചെറുനാരങ്ങ നീര് വീഴ്ത്തണേ. ഞാൻ അരി അത്ര സുഖമില്ല, ബസുമതി റൈസാണ്, മിക്സഡ് ഉണ്ട് അരി. അതിൽ 5 കിലോൻ്റെ പാക്കറ്റ് വാങ്ങിച്ചതാണ്, റോസാണ്. ചോറ് വെച്ച് നോക്കിയിട്ട് നോക്കാം. ഇറച്ചി വറുത്തെടുത്ത ചട്ടി ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് 1.5 സവാളയാണ്. അരഭാഗം നമ്മൾ ഇതിനെടുത്തില്ലേ ചോറിന്.
ഇത് നല്ലപോലെ വഴറ്റണം. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ട് കേട്ടാ. നമ്മുടെ സവാള നല്ലോണം വഴന്ന് വരുന്നുണ്ട്. നല്ല മസാല കൊണ്ട് പിടിക്കുള്ളൂ, ഇറക്കിയായിട്ട് സെറ്റ് ആവുള്ളൂ. നമുക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ കൂടി അരച്ചെടുത്ത് ഇടാട്ടോ. വെള്ളുള്ളി പേസ്റ്റ് മിക്സായിട്ട് നല്ലോണം വഴലട്ടെ. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ മുരിഞ്ഞെന്ന് പറഞ്ഞു. സിമ്മിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പൊ നല്ലോണം വഴണ്ടിരുന്നു. അപ്പൊ അരി വെന്തിട്ടുണ്ട്. ഓവറായിട്ട് വേവണ്ട, ഇങ്ങനെ കടിച്ചാൽ ചവയണ പോലെ. ആ സമയത്ത് കോരിയെടുക്കാം. നമുക്ക് കോരിയെടുക്കാം. സ്റ്റവ് ഓഫ് ആക്കട്ടെ. സ്റ്റവ് ഓഫ് ആക്കിട്ടാ. നമ്മുടെ സവാളയൊക്കെ വതങ്ങി വന്നിട്ടുണ്ട് കേട്ടാ. നന്നായിട്ട് വഴന്നുണ്ട്. എന്താ ഇതേപോലെ വഴണം, നല്ല സെറ്റാവുള്ളൂ മസാല. നമുക്ക് ഇതിലേക്ക് തക്കാളി ചാറ് ഒഴിച്ചു കൊടുക്കട്ടെ. തക്കാളി അരച്ചത് നല്ല മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇതിൽ കിടന്ന് നല്ലപോലെ വേവട്ടെ. അപ്പൊ ആ സവാളയിലൊക്കെ നല്ലോണം പിടിച്ചോളും, ആ പച്ചക്കുത്ത് പോയിക്കോളും. തക്കാളിയുടെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇതേപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ അണ്ടിപ്പരിപ്പ് അരച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അരയാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളിയുടെ ഇതും കൂടി അരച്ചതും കൂടി കുറച്ച് ചേർത്ത് മിക്സി ജാറിൽ നമുക്ക് ഇട്ട് കൊടുക്കണേ. ഇതും ഇതിൽ കിടന്നൊന്ന് പച്ചപ്പ് മണമൊക്കെ ഒന്ന് പോയി സെറ്റാവട്ടെ. സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതിട്ടാ, അല്ലെങ്കിൽ കരിയും. നമുക്ക് മൂടി വയ്ക്കാം കുറച്ച് നേരം, അങ്ങനെ കിടന്ന് വേണം സെറ്റാവട്ടെ. ഇപ്പൊ നമുക്ക് തുറന്നു നോക്കാം. സെറ്റായിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. കണ്ടാ ഒക്കെ കൂടി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇറച്ചി വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം കളയണ്ട, ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മസാല നമുക്ക് സെറ്റാക്കാം. എന്താ അപ്പൊ ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കട്ടെ, ഒന്ന് തിളക്കട്ടെ. ഇനി നിങ്ങൾ മുട്ട ബിരിയാണിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ പുഴുങ്ങിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുക. ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മസാലയിലേക്ക് കളക്കി കൊടുക്കട്ടെ, ഇതിൽ പിടിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഇറച്ചിക്ക് അധികം വേവില്ല, അത്യാവശ്യം വെന്തുണ്ട്. ഇറച്ചി വേവിച്ചിട്ടാണല്ലോ നമ്മൾ പൊരിക്കുന്നത്. ഓൾറൈറ്റ്, ഇനി ഇതിൽ കിടന്ന് നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. പൊരിച്ചിറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഈ ഇത് കിടന്ന് മസാല സെറ്റായി ഇറച്ചിയൊക്കെ ഒന്ന് വെന്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. എത്ര വേണോ അത്രയും നല്ലത്. ഇറച്ചി കുറച്ചൊന്ന് ഹൈയിൽ ഇടാട്ടെ, ഇത് നമ്മള് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മുടെ മസാലയൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ചാറൊക്കെ എന്താ തകഴി ഈ പാകത്തിലെടുത്താൽ മതി. അപ്പൊ ഇതൊക്കെ ഇതിലൊക്കെ എല്ലാ ചേരുവകളും പിടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാട്ടാ.
അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കാം കേട്ടോ. അതിന് 1 ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. കൈപ്പറ്റും കുറവാവട്ടെ. മുന്തിരി ഇട്ട് കൊടുക്കാട്ടാ. ബദാമും അണ്ടിപ്പരിപ്പും വറുത്തെടുത്തു. മുന്തിരി വറുത്തു. മുന്തിരി കോരിയെടുക്കാം. കുറവായി അറിയില്ല അങ്ങനെ. സവാള, ഇതൊരു സവാളയാണ് വറുത്തെടുക്കണം. അപ്പൊ നമ്മുടെ സവാള മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ. എന്താ പാകത്തിൽ മൊരിച്ചെടുക്കും. നമുക്കിത് വാങ്ങിയെടുക്കാം പാത്രത്തിലേക്ക്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. എന്താ മസാല സെറ്റായി. നമുക്ക് ഇതിന്റെ മേലേക്ക് കുറച്ച് സവാള വിതറിക്കും. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന്റെ മേലേക്ക് കുറച്ചും കൂടി ചോറിട്ട് കൊടുക്കാം. നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിന്റെ മേലേക്ക് കുറച്ചും കൂടി ചോറിട്ട് സിമ്മിലാണ് സ്റ്റൗ ഇട്ടിട്ടുള്ളത്. സിമ്മിലിട്ടാൽ മതി. അത് ബാക്കിയുള്ള സവാളയൊക്കെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വേദറിക്കും. കുറച്ച് നെയ്യ് വേദറിക്കും. നമ്മുടെ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊന്ന് മൂടി വയ്ക്കാം. സെറ്റ് ആവട്ടെ ഒന്ന്. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.